ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ സമയം ഇപ്പോൾ എത്ര? സമയം 5 മണി 6 മണിയായി. ഞങ്ങൾ തെങ്കാശി വരെ പോകാറങ്ങി ഗൈസ്. സോറി, ഡീസലൊക്കെ അടിച്ച് ഇങ്ങനെ പോവായിരുന്നു. ഇവിടെ കുമ്പഴയായി. ഞാനുണ്ട്, ഷോണുണ്ട്, ജോയലുണ്ട്, പിന്നെ അർജുനുണ്ട്. അപ്പോൾ ജോയലിൻ്റെ വീടിൻ്റെ പെരവണി നടക്കും. അപ്പോൾ അവിടെ തെങ്കാശി സ്വിച്ചിനൊക്കെ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അങ്ങോട്ട് നോക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോന്നി വയ്ക്കാറായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ എന്താ ഷോൺ പറയാനുള്ളത്? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ റെഡിയായി വരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇപ്പൊ ഒരു ഉറക്കക്ഷീണത്തിൽ ഇരിക്കുകയാണ് കഴിച്ചത്. അതാണ് സംസാരിക്കാനൊക്കെ ഒരു മടി. പിന്നെ എന്തായാലും പോലെ ഒരു വ്ളോഗൊക്കെ എടുത്ത് പോകാന്ന് വെച്ചു. കട്ടന കുടിക്കാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതെ അതെ. ജോയൽ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്താ പറയാനുള്ളത്? നല്ല കാര്യം. അവനൊരു പെണ്ണ് തേച്ചതിന്റെ ഒരു സങ്കടത്തിലൊക്കെ ആ പെണ്ണിന് ഒരു പശുവിന്റെ ബിസിനസ് ഒക്കെ ആളാ കേസ്. അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആകാശമുണ്ട്, രസമുണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്ക് വീഡിയോ എടുത്തെടുത്ത് പോവാം. നമ്മളിപ്പോ കോന്നി ആയിരിക്കാണ്. കോന്നി കഴിഞ്ഞു എലിയറക്കൽ എന്ന് പറഞ്ഞ സ്ഥലമായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്ത സ്ഥലം കാണിച്ചു തരാം. ജോലി ചെയ്ത ഹോസ്പിറ്റൽ സ്ലോ ചെയ്തണം. അവിടെ ഗൈസ്, ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 2 മാസം മുമ്പ് വരെ. ഹോസ്പിറ്റൽ കോന്നി ബിലീവേഴ്സ് എന്നാണ് പേര്. നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ തെന്മല ഡാമൊക്കെ. അപ്പോൾ അങ്ങോട്ട് ഇപ്പം പോകാൻ സമയമില്ല, കാരണം രാവിലെ അവിടെ ചെല്ലണം. അല്ലെങ്കിൽ അവിടെ തിരക്കായിരിക്കും, പോയിട്ട് വരാൻ ലേറ്റ് ആവും. നേരെ തെങ്കാശിക്ക് 40 രൂപ സ്വിച്ചിനുകൾ 2 രൂപയ്ക്ക് മേടിക്കാൻ പോകണേ. അവിടെ സ്വിച്ചിനൊക്കെ ഭയങ്കര വിലക്കുറവ്. കിഴക്കേപ്പാടാണ് ആദ്യം മനോഹരമായ ഗ്രാമം. ഞങ്ങൾ പോയ വഴിക്ക് ഒരു നല്ലൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ വണ്ടി നിർത്തി രണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്ന അടിപൊളി സ്പോട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കുറേ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം മയിലാണ്. ഇഷ്ടംപോലെ മയിലുണ്ട്. ഉണ്ടോ? സ്പോട്ട് എന്തായാലും അടിപൊളി, കൊള്ളാം. അടിപൊളി സ്പോട്ട്. എന്താ ഞങ്ങൾ തെങ്കാശി എത്തി. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഇതാണ് ഫേമസ് അമ്പലമാണ്. തെങ്കാശിയിൽ ഫേമസ് അമ്പലമാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തമിഴാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത് ഒരു 100-150 മീറ്റർ ഉണ്ട്. അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത്. അമ്പലം കണ്ടോ? അടിപൊളി അമ്പലം. ഇപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ വന്ന് കട തുറന്നില്ല ഗൈസ്. രാവിലെ പോയി നേരത്തെ വരാമെന്നൊക്കെ വന്നിറങ്ങിയതാണ്. കട തുറന്നിട്ടില്ല. ഇനി നമ്പറിനെ വിളിച്ച് നോക്കണം. ഇപ്പോൾ അങ്ങനെ കട തുറന്നിരിക്കുകയാണ്. കട തുറന്നപ്പോൾ തന്നെ അവിടെ തിരക്ക് കണ്ടോ? ഇവിടെ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്, സ്വിച്ച്, ലൈറ്റ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ. അപ്പം ജോയിൽ പോയേക്കുക, സാധനം മേടിക്കാൻ പോയേക്കുക. ആ കടയുടെ വാതിക്ക് മര്യാദയ്ക്ക് വണ്ടി ഇട്ടാ കേസ്. ഈ JCB വന്നപ്പോഴത്തേക്ക് കടക്കാരും പറയും മാറ്റിയാണ്. ഇവിടെ ഫുള്ള് ബ്ലോക്ക്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ബാക്കി ഒരു ബ്ലോക്കായി. അതെ, മര്യാദയ്ക്ക് അവിടെ കിടന്ന സൈഡിൽ. ലേഡീസിന്റെ മാത്രമേ ഇറങ്ങിയത് കേസ്. ഷോൺ നാണമില്ല ഷോൺ. ഇവിടെ വൈകി വണ്ടി ഡീസൽ അടിക്കാൻ കയറുക. പാകോട്ടത്തിൽ കാറ്റ് കുറവായിരുന്നു, കാരണം സൂചി പഞ്ചറാന്ന് തോന്നുന്നു. ആ ഒരു സൈഡിലെ ടയറിന് നല്ല കാറ്റ് കുറവാണ് കഴിച്ചു. ഇനിയും പോകുന്ന വഴി നോക്കാം, കുറയുന്നുണ്ടോ നോക്കാം. ഈ ടയറിന് നല്ല കാറ്റ് കുറവായിരുന്നു കഴിച്ചു. പോകുന്ന വഴിക്ക് ഇനി നോക്കാം കുറയുന്നുണ്ടോ ഇല്ലോ. അല്ലെ പോകുന്ന വഴിക്ക് പണി കിട്ടും. ബാക്ക് ടു കേരള. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. നമ്മൾ കോന്നി കാണാറായി.
അയ്യോ 5:30 സമയം. ഇരുട്ട് കണ്ടോ, ഭയങ്കര മഴക്കാറ് വരുന്നുണ്ട്. നമ്മളവിടെ റാന്നിയിലൊക്കെ ഭയങ്കര മഴയാണെന്ന് പറയുന്നത്. എങ്ങനെ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു? അടുത്തടാ മടുത്തെന്ന് പറഞ്ഞാലും പോയാനുള്ള ഗുണമുണ്ട്. കാരണം നല്ല റേറ്റ് വ്യത്യാസമുണ്ട് അവിടെ. വീട്ടിലെ സാധനത്തിന് എന്നുവെച്ചാൽ സ്വിച്ച്, ലൈറ്റ് അങ്ങനെയുള്ള സാധനത്തിന് ഇത്ര സാധനങ്ങൾ വഴിയൊരു എന്തായാലും വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം, അതായത് സ്വിച്ച്, ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റേറ്റ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അതെ അതെ, നമുക്ക് വർഷങ്ങളാണ് നമ്മളോട് എടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കോന്നിയാകാറായി. കോന്നിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അടുത്തോട്ട്. തെങ്കാശി പോയി വന്നതിൻ്റെ ക്ഷീണത്തിൽ നിലക്കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട് പണിയുന്നവരോ അങ്ങനെ കോൺട്രാക്ടർമാർ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വീട് പണിയുന്നവരോ അങ്ങനെയുള്ളവർക്ക് സ്വിച്ച്, അത് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഉള്ള ഒരു നമുക്കിത് കിട്ടിയില്ല. കാരണം അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അവരെല്ലാം ബിസി ആയിരുന്നു. അപ്പോൾ അപ്പോൾ നല്ല റേറ്റ് കുറവ്. ഇവിടെ നമ്മുടെ നാട്ടിലേക്കാളും സാധനം എടുത്ത് ഒരു 50,000 രൂപ ഡിഫറൻസിലാണ് നമുക്ക് അത്ര സാധനങ്ങൾ. ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു വീഡിയോ. ചെറിയൊരു വീഡിയോ. നമുക്ക് സമയം അവിടുത്തെ തിരക്കും കാരണം നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്തിലെടുക്കാൻ പറ്റിയില്ല, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല, സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഇതും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത തവണ എന്തെങ്കിലും സെറ്റാക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ഓക്കെ, ശരി.